അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പനീർ കാര്യങ്ങൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പെപ്പർ സോൾട്ട് അതുപോലെ തന്നെ ചില്ലി പൗഡറുകളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് വെക്കാം കേട്ടോ. ഗൈസ് എന്നിട്ട് നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് എടുത്തുള്ള നന്നായിട്ടൊന്ന് പനീറും കാര്യങ്ങൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഫൈനലി നമുക്ക് ഈ ടെക്സ്റ്ററിലേക്ക് ഇട്ടിട്ടുണ്ടോ പനീറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമുക്ക് തന്നെ മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള അതുപോലെ തന്നെ നമ്മുടെ മിൻറ്റ് അതുപോലെ കൊറിയാണ്ടർ ഇത്ര ഐറ്റംസ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നമ്മുടെ വറ്റൽ മുളക് കൂടി വേണം ആ കളറിന് വേണ്ടിയിട്ട് സ്പൈസി ഒക്കെ ഉണ്ട് വെച്ചിട്ടോ. കുറച്ച് ക്യാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേസിൻ്റെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടി വേണ്ട ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആക്കാനാണെങ്കിൽ കേട്ടോ. നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് ആക്കുക. സെയിം പാനിലൊക്കെ ചെറിയൊരു ബട്ടറും കാലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കേസ് നേരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് നമുക്ക് അരപ്പും കറങ്ങി നന്നായിട്ട് ചേർത്ത് കൊടുത്തപ്പോൾ ഗൈസ് നമുക്ക് അതിൽ നമ്മളെ ആ തിക്കായിട്ടുള്ള ആ ഗ്രേവി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പനീർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ. ചെറിയൊരു പീസ് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെ ടോപ്പിൽ കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ഫൈനൽ നമ്മുടെ മല്ലിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ചപ്പാത്തി പിന്നെ ഫ്രൈഡ് റൈസ് കാര്യങ്ങളൊക്കെ അടിപൊളി സാധനമായിട്ട് രക്ഷ ഉണ്ടാവില്ല. അപ്പം ഇതിലേക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ അടുത്തൊരു വീണ്ടും കാണാം. അതുവരെ ബൈ.